സോറി, ബാബുമാരുണ്ടാട്ടോ. ബാബന്മാരുടെ കഥയാണ്. നമ്മളിൽ പലവർക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടായിരുന്നിരിക്കുക. പക്ഷേ ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ 100 കോടി പുണ്യം ചെയ്യണം. ഇത് തലയുടെ സ്വന്തം വീടാന്ന് കരുതിയാൽ മതി. തന്തയും തള്ളയെ പോയതിനു ശേഷം എനിക്ക് ഇവിടെ ആകെ കൂട്ടുള്ളത് ഈ ലൈനുമാണ്. നിങ്ങളുടെ ആരുടെ വീട് ജപ്തി ചെയ്താലും നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങനെ പോരുന്നത്. നമുക്ക് ഇവിടെ താമസിക്കാം. എന്നിട്ട് ഈ വീട് ജപ്തി ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ വേറെ എങ്ങനെയെങ്കിലും പോവാം. എന്നാലും ഓരോന്ന് ഓർക്കുമ്പോൾ മനസ്സിൽ നിന്ന് വിഷമം അങ്ങോട്ട് മാറുന്നില്ല. തല വിഷമിക്കാതിരിക്കും. എല്ലാത്തിനും പരിഹാരം കാണാൻ വേണ്ടിയല്ല പടക്കം പോയിരിക്കുന്നത്. പോയ കാര്യം നടക്കോടാ. തല ടെൻഷൻ അടിക്കണ്ട. ഇനി ബഷീർക്ക് വിചാരിച്ചിട്ട് നടന്നില്ലെങ്കിൽ എന്റെ പരിചയത്തിൽ വേറെ ആളുണ്ട്. പടക്കം ഒരു കാര്യത്തിന് പോയാ ഇനി ഗുണ്ടായിട്ടം കാണിച്ചിട്ടാണെങ്കിലും അത് നടത്തിയിട്ട് വരും. ഇനി കിട്ടാതിരിക്കോടാ. എന്റെ തല കിട്ടും. എനിക്കങ്ങോട്ടും എന്റെ തലയൊന്ന് സങ്കടപ്പെടാണ്ടിരിക്കുന്നത്. കിട്ടിയ ഒരൊറ്റ മിലിറ്ററി കാർട്ടിൽ സ്റ്റോക്കില്ല. കൊച്ചന്താ ചേട്ടന്റെ വീട്ടിൽ ചെന്നപ്പോ അയാൾ ഒരാഴ്ച കട്ടിലേല് വലിച്ചു കിടക്കുക. മക്കളാണെ വട്ടം കൂടി ചർച്ചയാ. ഇന്ന് ചാവോ നാളെ ചാവോ, ഇന്ന് ചാവോ നാളെ ചാവോ. ചത്താലും ചത്തിലേല് നാളെ രാവിലെ 10 മണിക്ക് ശവം അടക്കുന്നൊരു മോൻ. ആ തക്കത്തിനകത്ത് അലമാരി ആരെങ്കിലും കണ്ടാലല്ലേ കാശ് കൊടുക്കണം. മദ്യം നിനക്ക് ഹറാമാണ്. അതെ, അങ്ങനെ ഒരാൾ പറഞ്ഞു. അല്ല, ബഷീർക്കാക്കി ഹറാമൊന്നും. എന്റെ ഫാദർ മുസ്ലിം, ഫാദർ ക്രിസ്ത്യാനിയല്ലേ? അതുകൊണ്ട് എനിക്ക് ആത്മഹത്യ. എങ്ങനെ കഴിച്ചിരുന്ന അത് കണ്ണല്ലടാ. കണ്ണുണ്ടല്ലോ, കള്ളല്ലില്ലാതെ. എനിക്കിപ്പോ കള്ളു വേണം. എന്താ ഈ വരുന്ന ആളോട് ചോദിച്ചു? ഇതാര് നമ്മൾ പട്ടേത്ത് പപ്പനാസാവല്ലോ? പത്മനാഭന അല്ലല്ലോ, അല്ല ഉണ്ണിത്താനത്തിയല്ലോ. ഞാൻ ആദ്യം അല്ല, ഇതാര് നമ്മുടെ കുഞ്ചാകുട്ടിയല്ലോ. അല്ല, ഇതാരാ? വാഴപ്പള്ളിയിൽ മീനാക്ഷിയല്ലോ. എന്താ മോളെ കൂട്ടുള്ളത്? മോളോ? ഏത് മോളോ? ചേട്ടാ, ഞാൻ ദാസപ്പൻകുട്ടി. ദാസപ്പോ, എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ച. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തിയുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. ചേട്ടാ, ചേട്ടാ, കാട്ടോർമ്മ ചേട്ടാ. എന്തോ കുഴപ്പമില്ലല്ലോ. എടാ ദാസ, ഏതായി അനുവലാനി? താനാരാണെന്ന് തനിക്കറിയാമെങ്കിൽ താൻ എന്നോട് ചോദിക്കുക. താൻ
എനിക്ക് ഞാൻ പറഞ്ഞു തരാം. ഈ ഗൾഫുകാരെ പണ്ടാരക്കാരുടെ അടുത്ത് കണ്ട് ഉറപ്പായിട്ട് കാണാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. എന്നെ ഇട്ടുകൂടാനുള്ള പണം ഞാനങ്ങ് ദുബായിലുണ്ട്. ഈ ബ്ലഡി ഇന്ത്യൻസ് ആൻഡ് മലയാളീസ് പറഞ്ഞു നടക്കുന്നു. എനിക്ക് ദുബായിൽ കൂലിപ്പണിയാണ്. അതുകൊണ്ട് എന്റെ മാർക്കറ്റ് നടക്കുന്നില്ല. പാരമ്പര്യമായിട്ട് കുന്തലുള്ള തറവാറായി വേണ്ടിയത് എന്റെ അച്ഛനുണ്ട, എന്റെ അമ്മാവനുണ്ട. ഞാൻ ഭയങ്കര ഇമോഷണൽ ആയി പോയി. ഈ സാധനം എവിടെ പോയി ഒപ്പിക്കും? നമുക്ക് ഈ കൊള്ളക്കാരനോട് ചോദിച്ചാലോ? Hello, Mr. Pavanai. Very nice to meet you. Thank you. Look here. റം വേണോ, വിസ്കി വേണോ, വോഡ്ക വേണോ, നാടൻ വാറ്റ് വേണോ, അതോ ഈ നെയ് മതിയോ? ഞങ്ങൾക്ക് ആ തനി നാടൻ വാറ്റ് മതി കൊള്ളക്കാര. എൻജോയ് ബോയ്സ്. ട്രാക്ക് ബാറ്റി പിടിക്കടേ. ചേട്ടാ ഇന്നത്തെ കേരളം അതെന്താ നാളെ കേരളം ഇല്ലേ? എടാ ദാസ, ഏതായി അനവലാനി?
ഞാൻ ദശമൂലം. ഇതുപോലെ ചിരിക്കുന്നവന്മാരെ ഞാൻ വെറുതെ വിടാറുമില്ല. ധൈര്യം ഉണ്ടെങ്കിൽ ചിരിക്കടാ. നിനക്കൊക്കെ എന്നെ ശരിക്കും അറിയാൻ പാടില്ല. എടാ നീയൊക്കെ ബോംബെയിലെ അധോലോകമായ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടടാ. അവിടുത്തെ മെയിൻ ഗുണ്ടയാടാ ഗുണ്ട. ഇതാണോ ഡാൻസ്? കാണറ നമ്മുടെ പച്ചപ്പരിഷ്കാരിയുള്ള ഡാൻസ്. നീ മണ്ണ് സുശീല പെണ്ണ് അകലേറും